ഇന്നും യേശുവിനോടുകൂടെ യാത്ര തുടരാമെന്ന ഈ ശുശ്രൂഷയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ വന്ദനം പറയുകയും ചെയ്യുന്നു. ഓരോ നാളും നമ്മുടെ ഭാരങ്ങളെ ചുമന്നഴിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ പാദപ്രത്തിലേക്ക് ചേർന്നിരുന്ന് ഇന്നത്തെ ദിവസവും അനുഗ്രഹപ്രദമാക്കുവാൻ മറ്റുള്ള എല്ലാ വഴികളേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായത് ദൈവത്തിൻ്റെ വചനം ധ്യാനിച്ച് ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുക എന്ന് തന്നെയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസങ്ങളെക്കാൾ ഉത്തമമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ അത് നിമിഷങ്ങളുടെ കണക്കാണെങ്കിലും മണിക്കൂറുകളുടെ കണക്കാണെങ്കിലും ആഴ്ചകളോ ദിവസങ്ങളോ എങ്ങനെയാണെങ്കിലും അതിനനുസരിച്ച് 1000 കൂട്ടിയാൽ നമുക്കറിയാം എത്ര വലിയ അനുഗ്രഹമായിരിക്കും ദൈവം നമുക്ക് നൽകുവാൻ പോകുന്നത്. ദൈവത്തിന് നൽകപ്പെട്ടിരിക്കുന്ന വ്യത്യസ്തമായ നാമകരണങ്ങളിൽ ഒന്നാണ് അത്ഭുതമന്ത്രി എന്നുള്ളത്. ഇന്നും യേശു അത്ഭുതങ്ങളെ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഈ ചെറിയ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. തുടർചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 41 അധ്യായം 41 വാക്യം വായിക്കട്ടെ. ഇതാ, മിസ്രയീം ദേശത്തിനൊക്കെയും ഞാൻ നിന്നെ മേലധികാരിയാക്കിയിരിക്കുന്നു എന്നും ഫറവോൻ യോസഫിനോട് പറഞ്ഞു. മേലധികാരിയാക്കിയിരിക്കുന്നു എന്നല്ല, മേലധികാരിയാക്കിയിരിക്കുന്നു എന്നും. അതിൻ്റെ അർത്ഥം ഈ പറഞ്ഞ വാക്കുകൾക്ക് മുമ്പിൽ ചില കാര്യങ്ങൾ കൂടി യോസഫിനോട് ഫറവോൻ പറഞ്ഞിട്ടുണ്ട്. തികച്ചും അത്യത്ഭുതകരമായ സ്വപ്ന സാദൃശ്യമുള്ള സംഭവങ്ങളാണ് തൻ്റെ ജീവിതത്തിലുടനീളം ദൈവം ചെയ്തതെന്ന് യോസഫിന് അറിയാൻ കഴിയും. നമ്മുടെയും ജീവിതത്തിൽ ദൈവത്തിന് ഇതിനേക്കാൾ വലിയ അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയുമെന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ നമുക്ക് അത്രത്തോളം വിശ്വസിക്കാൻ പല കാര്യങ്ങളിലും കഴിയുന്നില്ല. ഇങ്ങനെ ഒരു വലിയ പദവി തൻ്റെ ജീവിതത്തിൽ ലഭിക്കുമെന്നോ ഇങ്ങനെ ഒരു വലിയ അനുഭവത്തിലേക്ക് താൻ ഉയർത്തപ്പെടുമെന്നോ താൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. എന്നാൽ ദൈവം തനിക്ക് ചില സ്വപ്നങ്ങൾ തൻ്റെ ബാല്യപ്രായത്തിൽ തന്നെ കാട്ടിക്കൊടുത്തിരുന്നു. ആ സ്വപ്നങ്ങളുടെ അർത്ഥം വ്യാഖ്യാനിച്ചാൽ നമുക്ക് മനസ്സിലാകും ഇതിനേക്കാൾ വലിയ പദവിക്കും യോസഫ് അർഹനായിരിക്കുന്നുവെന്ന്. യോസഫ് കണ്ട സ്വപ്നം ഇപ്പോൾ പറയാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, മറിച്ച് താൻ കണ്ട സ്വപ്നം അത്രത്തോളം വലിയതായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. യോസഫ് കണ്ട സ്വപ്നം ഉന്നതമായിരുന്നു, വലിയതായിരുന്നു എങ്കിലും താൻ കടന്നുപോയ വഴികൾ ഇതുമായി തട്ടിച്ചു നോക്കുമ്പോൾ യാതൊരു ബന്ധവുമില്ലാത്തതായിരുന്നു. കാരണം സ്വപ്നം കണ്ട നിലകളിലുള്ള ഒരു വളർച്ച ആയിരുന്നില്ല യോസഫിനുണ്ടായിരുന്നത്. താൻ സ്വപ്നം കണ്ട ശേഷമുള്ള തൻ്റെ ജീവിത അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ താൻ ഇങ്ങനെ ഒരു വലിയ പദവിയിലെത്തുവാനുള്ള അവസരം തനിക്ക് ഉണ്ടാകുമോ എന്ന് നമ്മൾ സംശയിച്ചു പോകും. അത്രത്തോളം തൻ്റെ ജീവിതത്തെ തളർത്തത്തക്ക നിലകളിലുള്ള അനുഭവങ്ങളിലൂടെയാണ് താൻ കടന്നു വന്നത്. നോക്കൂ, നിങ്ങളോടും ദൈവാത്മാവ് ചിലപ്പോൾ പല നിലകളിൽ ആലോചനകൾ ഓർമ്മിപ്പിച്ചിട്ടുണ്ടാവാം, വാഗ്ദത്തങ്ങൾ നൽകിയിട്ടുണ്ടാവാം. പക്ഷേ പ്രാപിച്ച വാഗ്ദത്തങ്ങൾക്കനുസരിച്ചായിരിക്കില്ല ഇപ്പോൾ നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനേക്കാളൊക്കെ ഒരുപാട് പ്രതികൂല അനുഭവങ്ങളിലൂടെ ആയിരിക്കാം കടന്നു പോകുന്നത്. അതായത് നിങ്ങൾ ദൈവത്തിൽ നിന്നും പ്രാപിച്ച വാഗ്ദത്തങ്ങൾ, നിങ്ങളോട് ദൈവം സംസാരിച്ച വാഗ്ദത്തങ്ങൾ, അതൊക്കെ ഒരുപാട് ഉന്നതമായിരിക്കെ നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത് വളരെ ദയനീയമായ സങ്കടകരമായ അനുഭവത്തിലൂടെ തന്നെ ആയിരിക്കാം. പക്ഷേ ഭയപ്പെടരുത്. ദൈവം ഒരിക്കൽ അരുളി ചെയ്താൽ അത് ഉവ്വ് എന്ന് മാത്രമാണ്. ദൈവത്തിന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ കഴിയില്ലെങ്കിൽ ദൈവം ഒരിക്കൽ പോലും നമ്മോട് സംസാരിക്കില്ല, ഞാൻ ചെയ്തു തരാമെന്ന്. മറ്റൊരു കാര്യം ഏറ്റവും ശ്രദ്ധേയമായുള്ളത്, നമ്മളൊക്കെ സാധാരണഗതിയിൽ പറയാറുള്ള കാര്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ കൂട്ടുകാരോടോ നമ്മുടെ മറ്റേതെങ്കിലും ബന്ധങ്ങളോടോ അധികാരങ്ങളിൽ ഇരിക്കുമ്പോഴൊക്കെയോ ചിലപ്പോൾ ഇങ്ങനെ പറയാൻ സാധ്യതയുണ്ട്, നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുന്ന ആരോടെങ്കിലും. അതായത് നമ്മൾ അവരോട് എപ്പോഴെങ്കിലും ചില കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവാം. അത് സാധ്യമാകുമോ അല്ലെങ്കിൽ അതിൻ്റെ ഒടുവിൽ എന്തായിരിക്കും എന്നറിയാനായിരിക്കാം ഇവർ നമ്മുടെ ഇടയ്ക്ക് വന്നത്. പക്ഷേ നമ്മൾ പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, എന്ത് ചെയ്യാനാ, അന്നേരത്തെ സാഹചര്യം കൊണ്ട് അങ്ങനെ പറഞ്ഞുപോയി, ഇപ്പോൾ എന്നെക്കൊണ്ട് അത് ചെയ്യാൻ കഴിയില്ല. നോക്കൂ സുഹൃത്തെ, ദൈവം നിങ്ങളോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ പോലും നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കേണ്ട, കൈമലർത്തി കാണിക്കുന്ന ഒരു ദൈവത്തെയല്ല നിങ്ങൾ സേവിക്കുന്നത്. ആ ദൈവം ഒരിക്കലും നിങ്ങളോട് പറയില്ല, അന്നത്തെ സാഹചര്യം കൊണ്ട് അങ്ങനെ പറഞ്ഞുപോയി, ഇപ്പോൾ എനിക്കതിന് കഴിയില്ലെന്ന്. അതെ, ദൈവം ഇന്നും സർവശക്തൻ തന്നെ. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളോട് ദൈവം അരുളി ചെയ്ത വാഗ്ദത്തങ്ങൾ, അതിൻ്റെ ഉന്നതി ദൈവം നിങ്ങൾക്ക് നൽകി നിങ്ങളെ മാനിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ വഴികൾ എത്ര ദുർഘടമാണെങ്കിലും തളർന്നു പോകരുത്. വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കുക, ദൈവത്തോട് ചേർന്ന് നടക്കുക. ജയം സുനിശ്ചിതമാണ്. നിങ്ങളുടെ പക്കൽ അത് ഓടിയെത്തുക തന്നെ ചെയ്യും. മക്കളുള്ള എല്ലാ അമ്മയപ്പന്മാരും അവരുടെ മക്കളെക്കുറിച്ച് സ്വപ്നം കാണുന്നവരാണ്.
എന്നാൽ അവരുടെ ജീവിതത്തിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും ഇവർ കണ്ട സ്വപ്നത്തിന് വിപരീതമായിട്ടായിരിക്കാം അവർ യാത്ര ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർക്ക് വിപരീതമായിട്ടായിരിക്കാം അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം വാസ്തവമാണ്, നിങ്ങൾ കാണുന്ന സ്വപ്നത്തിനനുസരിച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ കൊടുത്ത് പ്രാർത്ഥിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഏത് അവസ്ഥയിലും ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. ഏത് രോഗാവസ്ഥയിൽ നിന്നും ദൈവത്തിന് വിടിയിക്കാൻ കഴിയും. ഏത് പ്രതിസന്ധിയിൽ നിന്നും ദൈവത്തിന് കരകയറ്റാൻ കഴിയും. ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല എന്ന് പൂർണ്ണമായും വിശ്വസിക്കുക. യോസഫ് കണ്ട സ്വപ്നം വെച്ച് നോക്കുമ്പോൾ, തൻ്റെ ജീവിതത്തിൽ താൻ കടന്നുപോയ വഴികൾ വെച്ച് നോക്കുമ്പോൾ, ഈ പദവിക്ക് തനിക്കൊരിക്കലും അവസരം ലഭിക്കാൻ സാധ്യമായിരുന്നില്ല. അത്രത്തോളം പ്രതികൂലങ്ങളിലൂടെ താൻ കടന്നുപോയ ആളാണ്. എങ്കിലും ദൈവം തന്നെ ഈ വലിയ പദവിയിലെത്തിച്ചു. നിങ്ങൾക്കും തീർച്ചയായും ഒരു അനുഗ്രഹമുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും നിശ്ചയമായിട്ടും മറുപടിയുണ്ട്. ധൈര്യത്തോടെ ചുവടുകൾ വയ്ക്കുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ അങ്ങ് നൽകിയിരിക്കുന്ന മുഴുവൻ വാഗ്ദത്തങ്ങളും തക്ക സമയത്ത് നിറവേറ്റുവാൻ അങ്ങ് വിശ്വസ്തനെന്ന ഉറപ്പോടെ മുന്നേറാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ.